Hi all, this is Jasmine. So today's our topic is principal component analysis, which is a very important portion from this module 2. അപ്പോൾ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇത് സ്കിപ്പ് ചെയ്യാതെ വേണം നിങ്ങൾ എക്സാമിന് പോകാനായിട്ട്. സെക്കൻഡ് മോഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷൻ എന്ന് തന്നെ നമുക്കിതിനെ വിളിക്കാം. ഇത് കുറച്ച് തിയോറിറ്റിക്കലി ഇതിൻ്റെ ആപ്ലിക്കേഷൻ മീൻസ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി മനസ്സിലാവുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഇതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് പ്രാക്ടിക്കലി കാണിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രാക്ടിക്കലി അത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കണ്ടൻറ്റ് കിട്ടും എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, സോ പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് അനാലിസിസ്. നമ്മൾ എന്തിനാണ് ഈ പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് അനാലിസിസ് ചെയ്യുന്നത്? നമ്മുടെ ഡേറ്റാ സെറ്റിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാകും. ആ ഫീച്ചേഴ്സ് ആവശ്യമില്ലാത്ത ഫീച്ചേഴ്സിനെ എല്ലാം എനിക്ക് മാറ്റണം. അതുമാതിരി തന്നെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഒരു കോയിൻ ഇട്ട് കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് നമുക്ക് എടുക്കുന്നതായിരിക്കും എളുപ്പം 2Dനെക്കാട്ടിലും. ഓക്കെ, ഒരു കോയിൻ്റെ കേസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഡയമെൻഷൻസ് എങ്ങനെയെങ്കിലും ഇപ്പോൾ 3D ഡയമെൻഷൻ ആണെങ്കിൽ ആ 3D ഡയമെൻഷനിലുള്ള കുറേ ഫീച്ചേഴ്സിനെ നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ 1Dയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് ഡയമെൻഷൻസ് കുറയ്ക്കുന്നു. അതാണ് മെയിനായിട്ട് പ്രിൻസിപ്പൽ കോമ്പണൻറ്റ് അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അത്ര സിമ്പിളല്ല. വി ഹാവ് ടു ഗോ ത്രൂ സെവറൽ സീരീസ് ഓഫ് സ്റ്റെപ്സിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലാസ്റ്റ് ഇങ്ങനെയൊന്ന് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഹൈ ഡയമെൻഷൻ ഡേറ്റയുടെ പ്രശ്നം എന്താണെന്നാണ് ആദ്യമേ നമ്മൾ പ്രിൻസിപ്പൽ കോമ്പണൻറ്റ് അനാലിസിസിനകത്ത് ഫസ്റ്റ് പറയേണ്ടത്. കാരണം ഹൈ ഡയമെൻഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിൻസിപ്പൽ കോമ്പണൻറ്റ് യൂസ് ചെയ്യുന്നത്. സോ ഹൈ ഡയമെൻഷൻ ഡേറ്റ ഇസ് എക്സ്ട്രീംലി കോംപ്ലെക്സ് ടു പ്രോസസ്. കാരണം എന്താണ്? ഡ്യൂ ടു ഇൻകൺസിസ്റ്റൻസീസ് ഇൻ ദ ഫീച്ചേഴ്സ് വിച്ച് ഇൻക്രീസസ് ദ കമ്പ്യൂട്ടേഷൻ ടൈം ആൻഡ് മേക്ക് ഡേറ്റ പ്രോസസ്സിംഗ് മോർ ഡിഫിക്കൾട്ട്. നമ്മുടെ ഡേറ്റാ സെറ്റിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സ് തമ്മിലുള്ള ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടാകും, റിഡൻഡൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കാണും, ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന കുറേ ഇൻഫോർമേഷൻസ് കാണും. അതായത് ഇപ്പോൾ ഒരു ഫീച്ചർ കൂടുതലാണെങ്കിൽ വേറൊരു ഫീച്ചറും കൂടുന്നുണ്ട്, ബട്ട് രണ്ടും ഒരുപോലെ ഇരിക്കുന്ന ഫീച്ചേഴ്സ് ഉള്ള ആൾക്കാരെ എനിക്ക് വേണ്ട, അതിനകത്ത് ഏതെങ്കിലും ഒരാളെ മതി. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് കാരണമായിരിക്കും നമുക്ക് ഈ ഹൈ ഡയമെൻഷൻസ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ഹൈ ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് എക്സ്ട്രീംലി വെരി കോംപ്ലെക്സ് ടു പ്രോസസ് അവർ ഡേറ്റാബേസ്. സോ അത് കുറയ്ക്കുക എന്നുള്ളതാണ് ഹൈ ഡയമെൻഷൻ്റെ ഈ പ്രോബ്ലം കുറയ്ക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ആളുടെ മെയിൻ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രിൻസിപ്പൽ കോമ്പണൻറ്റ് അനാലിസിസ് ഈസ് എ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ടെക്നിക്. പ്രിൻസിപ്പൽ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ടെക്നിക്കാണ്. ഓക്കെ, അതെന്ന് പറയുന്നത് we are trying to find out similar patterns, you are trying to identify the correlations between the different features. ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആവശ്യാനുസരണം നമുക്ക് എങ്ങനെയാണോ ഒരു 3D അല്ലെങ്കിൽ ഹൈ ഡയമെൻഷനിൽ കിടക്കുന്ന ഒരാളിനെ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സുകളുള്ള ആൾക്കാരെ അവോയ്ഡ് ചെയ്തിട്ട് ഒരു ലോവർ ഡയമെൻഷനകത്തേക്ക് കൊണ്ടുവരണം. ബട്ട് ലോവർ ഡയമെൻഷനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഇൻഫോർമേഷൻ ഒന്നും ലോസ് ആവാൻ പാടില്ല. എല്ലാ പഴയ 3Dയിൽ കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ കണ്ടൻറ്റും തന്നെ അതിനകത്ത് ഉണ്ടാവുകയും വേണം. ഓക്കെ, അപ്പം പ്രിൻസിപ്പൽ കോമ്പണൻറ്റ് അനാലിസിസ് ഈസ് എ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ടെക്നിക് ദാറ്റ് enables you to identify correlations and patterns in a data set so that it can be transformed into a data set of significantly lower dimensions. With the help of PCA, I can able to reduce a high dimension data into lower dimension data, but without loss any content, any information. Okay, without loss of any important information. So നമുക്കൊരു റെലവൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഒരു ഡേറ്റാ ബേസിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാ സെറ്റിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് റെലവൻറ്റ് ഫീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം? അതിനകത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ റിമൂവ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കിട്ടുന്നത്. അപ്പോൾ ഏതാണ് അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ? ഇൻകൺസിസ്റ്റൻസി ഡേറ്റാസിൽ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. റിഡൻഡൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. ഹൈലി കോറിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതും റിമൂവ് ചെയ്യണം. ഇത് മൂന്നും റിമൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കും എനിക്ക് എൻ്റെ ഒരു റിലവൻറ്റ് ഫീച്ചേഴ്സ് കിട്ടും. ഇനി നമ്മൾ PCAയുടെ അപ്പോൾ ഇത്രയും ചെയ്യണം എന്നുണ്ടെങ്കിൽ PCAക്ക് കുറേ സ്റ്റെപ്സ് വഴി പോകണം. അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഡേറ്റ. അതാണ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഡേറ്റ. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റേനെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യണം എന്ന് പറയും. ഇത് നോർമലി നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം മൊത്തത്തിലാണ്, അതായത് ചെയ്യുന്ന എല്ലാ സ്റ്റെപ്സിൻ്റെ അകത്തും നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നോർമലി നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് പ്രോബ്ലമാറ്റിക്കലി ചെയ്യുമ്പോൾ നമ്മളത് ക്യാരി ഔട്ട് ചെയ്യുന്നില്ല. ബട്ട് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഡേറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ
നമ്മൾ ചെയ്യുന്ന സമയത്ത് എയും ബി ഉണ്ട്. എ എന്ന് പറയുന്നത് 10, 5, 6, 2, 3. അതുപോലെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 100, 200, 600, 300, 250 ഇങ്ങനെയുണ്ട്. അതായത് എയുടെയും ബിയുടെയും വാല്യൂസ് റേഞ്ച് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. എയുടെ വാല്യൂ എന്ന് പറയുന്നത് 2നും 10നും ഇടയ്ക്കാണ് റേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബിയുടെ ഇതാണ് നമ്മുടെ ഡേറ്റാ സെറ്റ് എന്ന് വിചാരിക്കാം. അപ്പോൾ ബിയുടെ വാല്യൂസ് എന്ന് പറയുന്നത് റേഞ്ച് ചെയ്തിരിക്കുന്നത് 100നും ഒരു 700നും ഇടയ്ക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം ഇതിൻ്റെ ബിയുടെ വാല്യൂസ് ഇതിൻ്റെ ഇടയിൽ മാത്രമേ വരുള്ളൂ എന്ന് എനിക്ക് സെർച്ച് ചെയ്താൽ മതി. എയുടെ വാല്യൂ ഇതിൻ്റെ ഇടയിൽ മാത്രമേ വരുള്ളൂ എന്ന് സെർച്ച് ചെയ്താൽ മതി. അതായത് ഈ ഒരു മീനിങ് ആണ് നമ്മൾ ഡേറ്റ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വി ആർ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ദി സിമിലർ റേഞ്ചസ് ഓഫ് ദി കറസ്പോണ്ടിങ് ഫീച്ചേഴ്സിൻ്റെ സിമിലർ റേഞ്ചസ് കണ്ടുപിടിക്കുക. അതാണ് സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ സ്റ്റാൻഡർഡൈസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്ന ഒരാളാണ് കോവേരിയൻസ് മെട്രിക്സ്. കോവേരിയൻസ് മെട്രിക്സ് ഒക്കെ നമ്മുടെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കാൽക്കുലസ്, ഐഗൺ വെക്റ്റേഴ്സും ഐഗൺ വാല്യൂസും കമ്പ്യൂട്ട് ചെയ്യുന്നത് ഇതെല്ലാം ഇതിനകത്ത് PCA കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം രണ്ടാമത്തേന്ന് പറഞ്ഞാൽ കോവേരിയൻസ് മെട്രിക്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ പറയുന്ന സ്റ്റാൻഡർഡൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കോവേരിയൻസ് മെട്രിക്സിന് കൊടുക്കും. അത് വെച്ചിട്ടാണ് കോവേരിയൻസിന് ഈ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് കൊടുക്കും. അത് വെച്ചിട്ട് നമ്മൾ കോവേരിയൻസ് മെട്രിക്സ് കണ്ടുപിടിക്കുന്നു. എന്തിനാണ് കോവേരിയൻസ് മെട്രിക്സ് നമ്മൾ പോകുന്നത്? നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ ഡേറ്റാ സെറ്റിനകത്ത് വരുന്ന ഹൈലി കോറിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. ഏറ്റവും റിലേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ ഏതെങ്കിലും എ എന്ന് പറയുന്നൊരു വാല്യൂ ഉണ്ട്, ബി എന്ന് പറയുന്ന വേറൊരു ഫീച്ചർ ഉണ്ട്. എ ഫീച്ചർ കൂടുമ്പോൾ ബിയും കൂടും. ഇനി അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ എടുത്താൽ പോരെ, എന്തിനാ ഇയാൾ എടുക്കുന്നത്? കൂടുന്ന ആളിനെ എനിക്ക് എടുത്തിട്ട് കാര്യമില്ല. ഇയാൾ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ അത് നോക്കിയാൽ മതി. ഇയാൾ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് നമുക്കറിയാം. ഇയാൾ കൂടുന്നുണ്ടെങ്കിൽ ബിയും കൂടും. അപ്പം ഏതെങ്കിലും ഒരാളെ എടുക്കുക. സോ ഇങ്ങനെയുള്ള ഹൈലി കോറിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ എനിക്ക് എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. സോ കമ്പ്യൂട്ടിംഗ് ദി കോവേരിയൻസ് മെട്രിക്സ്, അതിനാണ് നമ്മൾ കോവേരിയൻസ് മെട്രിക്സ് കണ്ടുപിടിക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഐഗൺ വെക്റ്റേഴ്സും ഐഗൺ വാല്യൂസും കമ്പ്യൂട്ട് ചെയ്യാൻ പോകും. ശരിക്കും ഈ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് കോഎഫിഷ്യൻസ് ആണ്. ഇതിനകത്ത് എന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഒരു കുറേ ഡേറ്റ സെറ്റുകൾ ഉണ്ടെന്ന് കുറേ ഡേറ്റ പോയിൻറ്റ്സുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം ഞാനിങ്ങനെ ഒരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ ഈ ലൈനിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യും. അപ്പം ഏതോ ഒരു ഡയമെൻഷനിലാണ് കിടക്കുന്നത്. എനിവേസ് നമ്മളെല്ലാം കൂടി ഒരൊറ്റ ലൈനിൽ കൊണ്ടുവരാൻ, ഫീച്ചേഴ്സ് എല്ലാം കൂടി ഒരു വണ്ടിയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ ഈ ലൈനിനെ ഇങ്ങനെ ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ, അതായത് ഓരോ ആക്സിസിനകത്തേക്കും നമ്മൾ ഇപ്പോൾ ഏത് ഡയമെൻഷനാണോ ആ ഡയമെൻഷൻ, ഇപ്പോൾ 3D ആണെങ്കിൽ 3 ഡയമെൻഷൻസ് ഉണ്ടാകും. അപ്പോൾ ആ എല്ലാ ഡയറക്ഷനകത്തേക്കും റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ പറയുന്ന ലൈനിനെ കറക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ പോയിൻറ്റ്സിനെയും നമ്മൾ ഈ പറയുന്ന ലൈനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ ഇവിടെ ഇത്രയും ഡേറ്റ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ തവണയും നമ്മുടെ ഡേറ്റ പോയിൻറ്റ്സിനെ ഈ ഒരു ലൈനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, വീണ്ടും ഞാനിത് ഈ പറയുന്ന ലൈൻ വീണ്ടും ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് അവിടെയും പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കും. അപ്പം ഈ ലൈൻ റൊട്ടേറ്റ് ചെയ്ത് അവസാനം 360 ഡിഗ്രി വരെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പം ഏത് ഡയറക്ഷനിൽ എത്തിയപ്പോഴാണോ നമുക്ക് മാക്സിമം ഫീച്ചേഴ്സ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കും. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമുക്ക് ഓരോ വെക്ടേഴ്സും നമുക്ക് ഈ പറയുന്ന ഇത് മൂവ് ചെയ്ത് ഓരോ ഡിറക്ഷനിലും പോകണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐഗൺ വെക്ടേഴ്സും ഐഗൺ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ശരിക്കും മൂവ് ചെയ്യുന്നത്. ഇനി പറയുന്നത് കമ്പ്യൂട്ടിംഗ് ദി പ്രിൻസിപ്പൽ കോമ്പോണൻറ്റ്സ്. ഇങ്ങനെ ഒരിക്കൽ നമ്മൾ ഐഗൺ വെക്ടേഴ്സ്, ഐഗൺ വാല്യൂസും അതിന് കറസ്പോണ്ടിങ് വെക്ടേഴ്സും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ വെക്ടർ വെച്ചിട്ടാണ് പ്രിൻസിപ്പൽ കോമ്പോണൻറ്റ്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, പ്രോബ്ലംസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ, കമ്പ്യൂട്ടിംഗ് പ്രിൻസിപ്പൽ കോമ്പണൻറ്റ്സ് കണ്ടുപിടിക്കും. ഈ പ്രിൻസിപ്പിൾ ഇപ്പം നമ്മുടെ കയ്യിൽ 3 ഡയമെൻഷൻ ആണ് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ, 3 ഡയമെൻഷൻ ആയിട്ടുള്ള ഒരു ഹൈ ഡയമെൻഷണൽ ഡേറ്റയെ 1Dയിലേക്കാണ് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ദർ വിൽ ബി 3 നമ്പർ ഓഫ് പ്രിൻസിപ്പൽ കമ്പോണൻറ്റ്സ് കാണും. അതുപോലെ തന്നെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഐഗൺ വാല്യൂസിൻ്റെ എണ്ണവും 3 ആയിരിക്കും. സോ ഐഗൺ വെക്ടേഴ്സ് എന്ന് പറയുന്നതും ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നതും 3 ആയിരിക്കും. 3 നമ്പേഴ്സ് കാണും. അതിന് ഓരോ ഐഗൺ വെക്ടേഴ്സിനും വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടായിരിക്കും? പ്രിൻസിപ്പൽ കോമ്പണൻറ്റ്സും കാണും.
ഓക്കെ, 3 നമ്പർ ഓഫ് പ്രിൻസിപ്പൽ കോമ്പോണൻസ് ആയിരിക്കും. അവസാനം നമുക്ക് നമുക്ക് 3 പ്രിൻസിപ്പൽ കോമ്പോണൻസ് PC1, PC2, PC3 എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻസ് ഹൈലി കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് PC1-ലായിരിക്കും. അപ്പം നമ്മൾ നോർമലി PC1 വെച്ച് അങ്ങ് എടുക്കുക, ആ പ്രിൻസിപ്പൽ കോമ്പോണൻ്റ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രിൻസിപ്പൽ കോമ്പോണൻറ്റിൻ്റെ എല്ലാ ഡേറ്റാസും കൂടി നമ്മൾ ചേർത്ത് ഒരു സിംഗിൾ ഡയമെൻഷനകത്തേക്ക് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് മൊത്തത്തിൽ നടക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസേഷൻ ആണ്. സോ സ്റ്റാൻഡർഡൈസേഷൻ ഈസ് ഓൾ അബൌട്ട് സ്കെയിലിംഗ് യുവർ ഡേറ്റ ഇൻ സച്ച് എ വേ ദാറ്റ് ഓൾ ദ വേരിയബിൾസ് ആൻഡ് ദെയർ വാല്യൂസ് ലൈ വിതിൻ എ സിമിലർ റേഞ്ച്. നമ്മുടെ ഡേറ്റ, നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റനെ സ്കെയിൽ ചെയ്യിപ്പിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ ഞാൻ എയും ബിയുടെ റേഞ്ച് പറഞ്ഞല്ലോ, അപ്പോൾ അത് ഏത് റേഞ്ചിനുള്ളിൽ വരുന്നു എന്ന് കണ്ടുപിടിക്കുന്നു. അതാണ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഡേറ്റ ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് ഇസഡ് ഈക്വൽ ടു വാല്യൂ മൈനസ് മീൻ. മീൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എക്സ് എന്ന്, ഇപ്പോൾ എ എന്ന് പറയുന്ന വാല്യൂ ഉണ്ടെങ്കിൽ ഈ എ ഡേറ്റാബേസിൽ അല്ലെങ്കിൽ ഡേറ്റാ സെറ്റിൽ കിടക്കുന്ന എയുടെ എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ചെയ്യും. ടോട്ടൽ നമ്പർ എത്രയാണോ അത്, അങ്ങനെയാണ് മീൻ കിട്ടുന്നത്. ആ ഓരോ വാല്യൂ, എയുടെ ഓരോ വാല്യൂസിനെയും ഞാൻ എന്ത് ചെയ്യും, മീൻ വെച്ച് മൈനസ് ചെയ്യും. ഓക്കെ, ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇങ്ങനെയാണ് നമ്മളൊരു ഡേറ്റനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്. പ്രോബ്ലമാറ്റിക്കലി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കണ്ടന്റ് നമ്മൾ മൊത്തത്തിൽ ചെയ്യുന്നുണ്ട്. ഇത് ഒരു സ്റ്റെപ്പായിട്ടല്ല ചെയ്യുന്നത്, എല്ലാത്തിനകത്തും നമ്മൾ ആ ഒരു കണ്ടന്റ് ചേർത്താണ് ചെയ്യുന്നത്. വൺസ് ദ സ്റ്റാൻഡർഡൈസേഷൻ ഈസ് ഡൺ, ഓൾ ദ വേരിയബിൾസ് വിൽ ബി. ഒരിക്കൽ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വേരിയബിൾസും ഒരു സിമിലർ റേഞ്ചിനകത്തേക്ക് വരും. ഓക്കെ, അതാണ് ടു ദ സെയിം സ്കെയിൽ, ആ പറഞ്ഞിരിക്കുന്ന സ്കെയിലിനകത്തേക്ക് വരുന്നു. ഇനി രണ്ടാമതാണ് നമ്മൾ എങ്ങനെ കോവേരിയൻസ് മെട്രിക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ദ എയിം ഓഫ് ദ സ്റ്റെപ്പ് ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദ വേരിയബിൾസ് ഓഫ് ദ ഇൻപുട്ട് ഡേറ്റ സെറ്റ് ആർ വേരിയിങ് ഫ്രം ദ മീൻ വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ. അതായത് നമ്മുടെ മീനുമായിട്ട്, മീൻ നമ്മൾ ചെയ്തു വെക്കല്ലോ, ഓരോ ആട്രിബ്യൂട്ട്സിൻ്റെയും വാല്യൂസ് ഉണ്ടാകും, ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ടാകും. ആ വാല്യൂസിൻ്റെ മീൻ നമ്മൾ കണ്ടുപിടിക്കും. ആ മീനും നമ്മുടെ ഇൻപുട്ട് ഡേറ്റയുമായിട്ട് ഉള്ളൊരു ഡിഫറൻസ് കണ്ടുപിടിക്കും. ദ മെയിൻ എയിം അതാണ്. അതിൻ്റെ കാര്യം എന്താണ്? ദ എയിം ഓഫ് ദി സ്റ്റെപ്പ് ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദ വേരിയബിൾസ് ഓഫ് ദി ഇൻപുട്ട് ഡേറ്റ. ഇൻപുട്ട് ഡേറ്റയിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഓരോ വേരിയബിൾസും എങ്ങനെയാണ് എൻ്റെ മീനുമായിട്ട് ഡിഫർ ചെയ്യുന്നത്, അതാണ് കണ്ടുപിടിക്കുന്നത്. എന്തിനാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്? കാൽക്കുലേറ്റിംഗ് കോവേരിയൻസ് മെട്രിക്സ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ഹൈലി കോറിലേറ്റഡ് വേരിയബിൾസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ കണ്ടെയ്ൻ റിഡൻഡൻറ്റ് ഇൻഫർമേഷൻ. ഹൈലി കോറിലേറ്റഡ് ആയിട്ടുള്ള വേരിയബിൾസിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കോവേരിയൻസ് മെട്രിക്സ് വെച്ച് നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് ഹൈലി കോറിലേറ്റഡ് ആയിട്ടുള്ള വേരിയബിൾസിനകത്ത് എന്തുണ്ടായിരിക്കും? റിഡൻഡൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. അതിനെനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇത് കോവേരിയൻസിൻ്റെ വാല്യൂ കിട്ടുന്നത് പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് ഏതോ ഒരു ഫീച്ചർ കൂടുന്ന സമയത്ത് വേറൊരു ഫീച്ചറും കൂടുന്നുണ്ട്, ഏതോ ഒരു ഫീച്ചർ കുറയുന്ന സമയത്ത് വേറൊരു ഫീച്ചറും കുറയുന്നുണ്ട്. അതായത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വാല്യൂസ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അത് ഹൈലി കോറിലേറ്റഡ് ആണ്. പിന്നെ ഇനി കോവേരിയൻസിൻ്റെ വാല്യൂ നെഗറ്റീവ് വന്നാൽ അതിൻ്റെ മീനിങ് എയുടെ വാല്യൂ കൂടുകയാണെങ്കിൽ ബിയുടെ വാല്യൂ കുറയുക. അങ്ങനെയുള്ളൊരു കോറിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എടുക്കുക. അതാണ് കോവേരിയൻസിൻ്റെ നെഗറ്റീവ് വാല്യൂ വന്നാൽ. അതിങ്ങനെയാണ് നമ്മൾ കോവേരിയൻസ് മെട്രിക്സ് റെപ്രസെൻറ്റ് ചെയ്യുക. കോവേരിയൻസ് ഓഫ് ഫസ്റ്റ് പോയിന്റ്, കോവേരിയൻസ് ഓഫ് സെക്കൻഡ് പോയിന്റ്. ദാറ്റ് മീൻസ് ഒരു 2x2 മെട്രിക്സ് എന്നുള്ള രീതിയിലാണ് കോവേരിയൻസ് നമ്മൾ എഴുതുക. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ കോവേരിയൻസ് A, കോവേരിയൻസ് A, B, കോവേരിയൻസ് B, A, കോവേരിയൻസ് B, B. ഇതിൻ്റെ ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പ്രോബ്ലംസ് വരുന്ന സമയത്താണ് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ പറയുന്നത്. അപ്പം കോവേരിയൻസ് ഓഫ്, ഫോർ എക്സാമ്പിൾ ഇത് x1 എന്നാണ് വിചാരിക്കുക. അപ്പോൾ ഇതിനകത്ത് കോവേരിയൻസ് ഓഫ് x, y. ഇപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് x1 വരും, വൈയുടെ സ്ഥാനത്ത് ഇവിടെ x1 തന്നെയാണ്. അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: സബ്മേഷൻ i = 1 to n xi minus x bar. x bar എന്ന് പറഞ്ഞാൽ മീനാണ്, അടുത്ത y bar എന്ന് പറഞ്ഞാൽ അടുത്ത മീനാണ്. അപ്പം xi മൈനസ് x ബാറും yi മൈനസ് y bar ഡിവൈഡഡ് ബൈ n-1. ടോട്ടൽ നമ്പർ എത്രയാണോ ഡേറ്റാസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിനെ -1 ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു ഇക്വേഷൻ, കോവേരിയൻസ് മെട്രിക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. ഇനി എ കോവേരിയൻസ് മെട്രിക്സ് എക്സ്പ്രസസ് ദ കോറിലേഷൻസ് ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് വേരിയബിൾസ്. കോവേരിയൻസ് മെട്രിക്സ് പല നമ്മുടെ ഡേറ്റാ സെറ്റിനകത്തുള്ള വേരിയബിൾസ് ഇൻ ദ സെൻസ് ആട്രിബ്യൂട്ട്സ്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് തമ്മിലുള്ള റിലേഷൻസ് കണ്ടുപിടിക്കും. ഇറ്റ് ഈസ് എസെൻഷ്യൽ ബിക്കോസ് വി ഹാവ് ടു ഐഡൻറ്റിഫൈ ഹെവിലി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിനെ കണ്ടുപിടിക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഐഡൻറ്റിഫൈ ഹെവിലി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ഹൈലി കോറിലേറ്റഡ്, ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ഹൈലി കോറിലേറ്റഡ് ആയിട്ടുള്ള വേരിയബിൾസ്. എന്തുകൊണ്ടാണ്? അതിനകത്തായിരിക്കും ഒരുപാട് ബയാസ്ഡ് ആയിട്ടിരിക്കുന്നത്. അതായത് എറർ വരാനുള്ള ചാൻസ് ഈ പറയുന്ന കണ്ടന്റ് ഉള്ളത് കൊണ്ടായിരിക്കും. ഓക്കെ,
ഹെവിലി ഡിപ്പെൻഡഡ് ആയില്ല, ബിക്കോസ് ദേ കണ്ടെയ്ൻ ബയസ്ഡ് ആൻഡ് റിഡൻഡൻറ്റ് ഇൻഫർമേഷൻ. അതെന്ന് പറയുന്നത് നമ്മുടെ മോഡലിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്നതാണ്, റെഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ കോവേരിയൻസ് മെട്രിക്സ് ആർ ട്രൈങ് ടു ഫിഗർ ഔട്ട് വിച്ച് ആർ ദി highly correlated variables and we are trying to eliminate that from our model. So next third step എന്ന് പറയുന്നത്, അപ്പം നമ്മൾ കോവേരിയൻസ് മെട്രിക്സ് സെക്കൻഡിൽ കണ്ടുപിടിച്ചു. തേർഡ് എന്ന് പറഞ്ഞാൽ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദി ഐഗൺ വെക്ടേഴ്സ് ആൻഡ് ഐഗൺ വാല്യൂസ് ഓഫ് ദി കോവേരിയൻസ് മെട്രിക്സ്. നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത കോവേരിയൻസ് മെട്രിക്സിൽ നിന്നും വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ ഐഗൺ വെക്ടേഴ്സ് ആൻഡ് ഐഗൺ വാല്യൂസ്. വൈ? This, with the help of this eigenvectors and eigenvalues, I can able to find out the principal components. Principal component കിട്ടണം എന്നുണ്ടെങ്കിൽ I have to find out eigenvectors and eigenvalues. See here, principal components are new variables that are constructed as linear combination. Principal components നിന്നും എനിക്ക് പുറത്ത് വരുന്ന വേരിയബിൾ പുതിയ വേരിയബിൾസ് ആയിരിക്കും. ഓക്കെ, അതെന്ന് പറയുന്നത് നമ്മളെ ഡേറ്റ സെറ്റിനകത്ത് കിടന്ന ഒരു ഇനിഷ്യൽ ആയിട്ടുള്ള വേരിയബിളിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും നമുക്ക് തരുന്നത്. ഓക്കെ, അത് അങ്ങോട്ട് വരുമ്പോൾ മനസ്സിലാകും. ഇപ്പോൾ പ്രിൻസിപ്പൽ കമ്പോണൻസ് ആർ ന്യൂ വേരിയബിൾസ്, നമുക്ക് കിട്ടുന്നത് പുതിയ വേരിയബിളാണ്. ദാറ്റ് ആർ കൺസ്ട്രക്റ്റഡ് ആസ് ലീനിയർ കോമ്പിനേഷൻസ് ഓർ മിക്സ്ചേഴ്സ് ഓഫ് ദി ഇനിഷ്യൽ വേരിയബിൾസ്. ദീസ് കോമ്പിനേഷൻസ് ആർ റൺ ഇൻ സച്ച് എ വേ ദാറ്റ് ന്യൂ വേരിയബിൾസ് ആർ, ഈ പറയുന്ന കോമ്പിനേഷൻസ് എന്ത് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ന്യൂ വേരിയബിൾസ് കണ്ടുപിടിക്കുന്നത്? അൺകോറിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും ഈ ന്യൂ വേരിയബിൾസ്. ഓക്കെ, ഹൈലി കോറിലേറ്റഡ് അല്ല, അൺകോറിലേറ്റഡ് ആയിട്ടുള്ള വേരിയബിൾസ്. ബിക്കോസ് ഈ പറയുന്ന അൺകോറിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന വേരിയബിൾസ് എന്നായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുന്നത്. ഈ അൺകോറിലേറ്റഡ് ആയിട്ടുള്ള വേരിയബിൾസിനെ കണ്ടുപിടിച്ചിട്ട് ഒറിജിനൽ സംഭവത്തിൽ ഇനിഷ്യൽ വേരിയബിളിൽ നിന്ന് നമുക്ക് വേണ്ട അൺകോറിലേറ്റഡ് അതായത് ഹൈലി കോറിലേറ്റഡ് അല്ലാത്ത ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഇൻഫർമേഷനെ യൂസ് ചെയ്ത് കംപ്രസ് ചെയ്ത് നമ്മൾ എവിടെ കൊണ്ടുവിടും? കംപ്രസ് ചെയ്താണ് നമ്മൾ ആരെ ഉണ്ടാക്കുന്നത്? പ്രിൻസിപ്പൽ കോമ്പണൻറ്റിനെ ഉണ്ടാക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ 3 ഡയമെൻഷണൽ ഡേറ്റ ആണെങ്കിൽ അതിനകത്ത് എത്ര പ്രിൻസിപ്പൽ കോമ്പണൻസ് കാണും? 3 പ്രിൻസിപ്പൽ കോമ്പണൻസ് കാണും. ബട്ട് PCA നമ്മുടെ മാക്സിമം ഇൻഫർമേഷൻസ് ആദ്യത്തെ കോമ്പണൻസ് തന്നെ കൊടുക്കാൻ ശ്രമിക്കും. ദെൻ മാക്സിമം ബാക്കിയുള്ള അടുത്ത മാക്സിമം എന്ന് പറയുന്നത് രണ്ടാമത് കിടക്കുന്ന PCAനകത്തായിരിക്കും. പിന്നെ വരുന്ന മാക്സിമം എന്ന് പറയുന്നത് അടുത്തതിനകത്തായിരിക്കും. ഇത് അങ്ങോട്ടേക്ക് പോകും തോറും PC1, PC2, PC3 എന്നകത്തേക്ക് പോകും തോറും ഡിസെൻഡിങ് ഓർഡറിലാണ് പോകുന്നത്. ആദ്യത്തേനകത്തായിരിക്കും മേജർ ഫീച്ചേഴ്സ്, അതായത് മെയിൻ ഇൻഫോർമേഷൻസ്, അബണ്ടൻറ്റ് ഓഫ് ഇൻഫോർമേഷൻസ്, ഫീച്ചർ ഇൻഫോർമേഷൻസ് കണ്ടെയ്ൻ ചെയ്യുന്നത് ഈ PC1-ലായിരിക്കും. ഇനി പ്രിൻസിപ്പൽ കോമ്പോണൻസ് റെപ്രസെൻറ്റ്സ് ദ ഡിറക്ഷൻസ് ഓഫ് ദ ഡേറ്റ ദാറ്റ് എക്സ്പ്ലെയിൻ. ഇപ്പോൾ പ്രിൻസിപ്പൽ കോമ്പോണൻറ്റ് ഡേറ്റയുടെ ഡയറക്ഷനാണ് തരുന്നത്. ഇപ്പോൾ ഈ ഡയറക്ഷനിൽ നോക്കും, പിന്നെ ഈ ഡയറക്ഷനിൽ നോക്കും, പിന്നെ ഈ ഡയറക്ഷനിൽ നോക്കും, അങ്ങനെ ഓരോ ഡയറക്ഷനിൽ നോക്കും. ഏത് ഡയറക്ഷനിൽ നിന്നാണോ എനിക്ക് ഏറ്റവും ഇൻഫർമേഷൻസ് കിട്ടുന്നത് ആ പറയുന്ന ഡയറക്ഷനായിരിക്കും നമ്മൾ ഫൈനൽ ചൂസ് ചെയ്യുന്നത്. സോ പ്രിൻസിപ്പൽ കോമ്പോണൻസ് റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ ഡേറ്റ ദാറ്റ് എക്സ്പ്ലെയിൻ ഓർ ഗിവ്സ് ദി ലൈൻ ദാറ്റ് ക്യാപ്ചേഴ്സ് മോസ്റ്റ് ഇൻഫർമേഷൻ ഓഫ് ദ ഡേറ്റ. So eigenvectors and eigenvalues are playing behind to get the principal components. പ്രിൻസിപ്പൽ കോമ്പണൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന 2 ആൾക്കാരാണ് ഐഗൺ വെക്ടേഴ്സും ഐഗൺ വാല്യൂസും. അപ്പം ഈ ഐഗൺ വെക്ടേഴ്സും ഐഗൺ വാല്യൂസും നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് കോവേരിയൻസ് മെട്രിക്സ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് പുറത്ത് കിട്ടുന്നത് ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആക്സിസിനകത്ത് ഉള്ള മാക്സിമം കണ്ടൻറ്റ് ഇൻഫർമേഷൻസ് കിട്ടുന്ന രീതിയിലുള്ള ആക്സിസ് ആയിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, ഐഗൺ വാല്യൂസ് ആർ സിംപ്ലി ദ കോഎഫിഷ്യൻസ് അറ്റാച്ച്ഡ് ടു ഐഗൺ വെക്ടേഴ്സ് വിച്ച് ഗിവ്സ് ദ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഇൻ ഈച്ച് പ്രിൻസിപ്പൽ കോമ്പണൻസ്. ഇഫ് ഇറ്റ്സ് എ 3 ഡയമെൻഷണൽ ഡേറ്റ ആണെങ്കിൽ 3 ഐഗൺ വെക്ടേഴ്സും വാല്യൂസും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 3 പ്രിൻസിപ്പൽ കോമ്പണൻസും കാണും. ഓക്കെ, ഇനി സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ഐഗൺ വെക്ടേഴ്സും ഐഗൺ വാല്യൂസും കമ്പ്യൂട്ട് ചെയ്തു. ഇനി ആ കമ്പ്യൂട്ട് ചെയ്തതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മൾ പ്രിൻസിപ്പൽ കോമ്പണൻറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. Once we have computed the eigenvectors and eigenvalues, all we have to do is order them in descending order. നമുക്ക് കിട്ടിയ ഐഗൺ വെക്ടേഴ്സിനെ അതിൻ്റെ വാല്യൂസിനെയും ഡിസെൻഡിങ് ഓർഡറിൽ കമ്പ്യൂട്ട് ചെയ്ത് വെക്കുക, മീൻസ് ഓർഡർ ചെയ്ത് വെക്കുക. ഓക്കെ, ഹയസ്റ്റ് ഐഗൺ വാല്യൂ ഉള്ള ഐഗൺ വെക്ടറിനെ വേണം നമ്മൾ ആദ്യമേ പ്രിൻസിപ്പൽ കോമ്പോണൻറ്റ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യേണ്ടത്. സോ വൺസ് വി ഹാവ് കമ്പ്യൂട്ടഡ് ദ ഐഗൺ വെക്ടേഴ്സ് ആൻഡ് ഐഗൺ വാല്യൂസ്, ഓൾ വി ഹാവ് ടു ഡു ഈസ് ഓർഡർ ദം ഇൻ ഡിസെൻഡിങ് ഓർഡർ. നമുക്ക് ഐഗൺ വെക്ടേഴ്സും അതിൻ്റെ വാല്യൂസും കിട്ടിക്കഴിഞ്ഞാൽ ഡിസെൻഡിങ് ഓർഡറിൽ ഓർഡർ ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്നും ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് കിടക്കുന്ന
ഐഗൺ വാല്യൂ ഏതാണോ, കറസ്പോണ്ടിങ് ഐഗൺ വെക്റ്റർ ഏതാണോ അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നത്, പ്രിൻസിപ്പൽ കോമ്പോണൻറ്റ് കണ്ടുപിടിക്കുന്നത്. അവസാനത്തെ സ്റ്റെപ്പ് എന്താണ്, റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. റെഡ്യൂസിങ് ദ ഡയമെൻഷൻ ഓഫ് ദ ഡേറ്റ സ്റ്റേറ്റ്. The last step in performing PCA is to rearrange the original data with the final principal components. നമ്മുടെ ഒറിജിനൽ ഡേറ്റാനെ നമുക്ക് കിട്ടിയ പ്രിൻസിപ്പൽ കോമ്പോണൻസിനകത്തേക്ക് നമുക്ക് മാറ്റണം. അങ്ങനെ മാറ്റി കഴിയുമ്പോഴേക്കും നമ്മൾക്ക് കിട്ടുന്ന ഡേറ്റ സെറ്റ് എന്ന് പറയുന്നത് ലോ ഡയമെൻഷനുള്ള ഡേറ്റാസ് ആയിരിക്കും നമുക്ക് പുറത്ത് ഔട്ട്പുട്ട് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോഡൽ ചെയ്യുന്നത്, അതായത് മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് പിന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചാണ് നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. സോ ഒരു എക്സാമ്പിൾ ഇതിലൂടെ ഞാനൊരു എക്സാമ്പിൾ പറയുവാണ്. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഫീച്ചർ ഉണ്ട് x1 x2 എന്ന് പറഞ്ഞിട്ട് 2 ഫീച്ചേഴ്സാണ് ഉള്ളത്. ആ 2 ഫീച്ചേഴ്സിനും ഡിഫറെൻറ്റ് വാല്യൂസ് ഇവിടെ വരുന്നുണ്ട്. x1 4, 8, 13, 7 എന്ന് പറയുന്ന 4 വാല്യൂസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള x2ൻ്റെ വാല്യൂസും ഉണ്ട്. What is your first step is normally we have to do the standardization of data, but ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഡേറ്റ മൊത്തത്തിലാണ് നമ്മൾ ഈ പറയുന്ന 4-5 സ്റ്റെപ്പിലൂടെയും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനകത്തായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം ചെയ്യുന്നില്ല. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ x1ൻ്റെയും x2ൻ്റെയും മീൻ കണ്ടുപിടിക്കുക. x1ൻ്റെ x1 ബാർ കണ്ടുപിടിക്കുക, x2 ബാർ കണ്ടുപിടിക്കുക. x1 ബാർ എന്ന് പറഞ്ഞാൽ 4 + 8 + 13 + 7 ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും. അപ്പോൾ എനിക്ക് 8 എന്ന വാല്യൂ കിട്ടി. ഇനി x2ൻ്റെ മീൻ കണ്ടുപിടിക്കുക. 11 + 4 + 5 + 14 കിട്ടി. ഡിവൈഡഡ് ബൈ 4 ചെയ്യുക, അപ്പോൾ 8.5 കിട്ടുക. അപ്പം ഞാൻ ഈ തന്നിരിക്കുന്ന വാല്യൂസിനെ ഞാനൊരു ഗ്രാഫിനകത്തേക്ക് പ്ലോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെ. ഓക്കെ, ഇതൊരു x1-ഉം 2 ഫീച്ചേഴ്സാണുള്ളത്. x1-ഉം x2 എന്ന് പറഞ്ഞ 2 ഫീച്ചേഴ്സ്. അപ്പം ആ ഫീച്ചേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസാണ് ഈ റെഡ് ഡോട്ട്സ്. ഞാൻ പറയുന്നത് 4ഉം 11ഉം, x1-ന് 4ഉം x2-ന് 11ഉം കിട്ടിയ പോയിന്റ് ഇത്. ഇനി ഇതെന്ന് പറയുന്നത് x1-ന് 4ഉം x1-ന് 8ഉം x2-ന് 4ഉം, അതായത് 8, 4 കിട്ടിയ വാല്യൂ, പിന്നെ 13, 15, പിന്നെ 7, 14. അതാണ് ഈ 4 പോയിൻറ്റ്സിൽ ഞാൻ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കിട്ടിയ 8ഉം 8.5 മീൻ. ആ മീനാണ് ഈ ഡാർക്ക് പെൻ വെച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. സി ഹിയർ 8 x1 എന്ന് പറയുന്ന x1 ബാർ 8ഉം x2 ബാർ 8.5 അതാണ് ഇവിടെ. ഓക്കെ, ഇതാണ് ഒറിജിനൽ ഗ്രാഫ്. അതിനകത്ത് ഞാൻ മീൻ കണ്ടുപിടിച്ചു. ഇനി